സ്നേഹമുള്ളവരെ, രണ്ടാമത്തെ പോയിൻറ്റ്സ്, സ്വർഗം നഷ്ടപ്പെട്ടു പോയ മനുഷ്യവർഗത്തെ ദൈവം വീണ്ടും സ്വർഗത്തിലേക്ക് അവരെ ആക്കി. എൻ്റെ വചനം കേൾക്കുകയും എന്നെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് ജീവനുണ്ട്. യേശുക്രിസ്തുവിൻ്റെ വചന ശ്രവണത്തിലൂടെ വിശുദ്ധ മാമുദീസായിലൂടെ വീണ്ടും സ്വർഗരാജ്യത്തിൽ ജനിക്കുവാൻ മനുഷ്യന് അധികാരം കൊടുക്കുവാൻ വേണ്ടിയാണ് ദൈവം മനുഷ്യനായി ജനിച്ചത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. മനുഷ്യന് തന്നെ ഇതിന് അധികാരം കൊടുക്കുകയാണ്. സ്വർഗരാജ്യത്തിൽ മനുഷ്യൻ പ്രവേശിക്കുക വിശുദ്ധ മാമുദീസായിലൂടെ അവരെ കുടുംബത്തിലെ അംഗമാക്കുന്നു. വചനശ്രവണത്തിലൂടെ അവർക്ക് യേശുക്രിസ്തുവിൽ വിശ്വാസം വഴി വീണ്ടും ജനിക്കുന്നു. അങ്ങനെ ക്രിസ്തുവിൽ നമുക്ക് വീണ്ടും ജനം ലഭിക്കുന്നു. പരിശുദ്ധ അമ്മയിൽ യേശു ജനിച്ചത് എങ്ങനെയോ, പരിശുദ്ധ അമ്മയിൽ പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, അത്യുന്നത ശക്തി നിൻ്റെ മേൽ ആവസിക്കും. നീ ജനിക്കാൻ പോകുന്ന പരിശുദ്ധാത്മാവിനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനാൽ വീണ്ടും ജനിക്കുന്ന ഒരു ശുശ്രൂഷയാണ് എന്ത്? യോഹന്നാൻ 6:63, എൻ്റെ വചനം ആത്മാവും ജീവനുമാണ്. ദൈവവചനം കേട്ട് അതിൽ വിശ്വസിക്കുന്നവൻ യേശുക്രിസ്തുവിൽ ജനിച്ചു കഴിഞ്ഞു. പരിശുദ്ധ അമ്മ വചനത്തിൽ തന്നെ പെട്ടു കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ് ഇതാ യേശുക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ചപ്പോൾ, ഉദരത്തിൽ സ്വീകരിച്ചപ്പോൾ അമ്മയിൽ യേശുക്രിസ്തു ജന്മമെടുത്തുവെങ്കിൽ വിശ്വാസത്തിലൂടെ ദൈവവചനത്തിൽ സ്വീകരിക്കുന്ന നമ്മൾ ക്രിസ്തുവിൽ ജനിച്ചു കഴിഞ്ഞു. ഹല്ലേലൂയ. അപ്പോസ്തലപ്രവർത്തനം 10-44 വചനം പറയും, പത്രോസ് ഇവരോട് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നപ്പോൾ കേട്ടുകൊണ്ടിരുന്ന വിജാതിയുടെ മേൽ പോലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കടന്നു വന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച ഇവർക്ക് ഇനി ജ്ഞാനസ്നാനം എങ്ങനെ നിഷേധിക്കും? ഹല്ലേലൂയ. കാരണം യഹൂദർക്ക് മാത്രമാണ് ജ്ഞാനസ്നാനം കൊടുക്കാൻ പറ്റുകയുള്ളൂ, അവർക്കാണ് യേശുക്രിസ്തുവിൻ്റെ ശിഷ്യരാകുവാൻ സാധിക്കുകയുള്ളൂ എന്ന് ഒരു വിശ്വാസമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് പറയുന്നത്, വചനം കേട്ട് പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച എല്ലാവർക്കും ജ്ഞാനസ്നാനം സ്വീകരിക്കാം. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഇന്ന് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തിക്കും ജ്ഞാനസ്നാനത്തിലൂടെ യേശുവിൻ്റെ കുടുംബത്തിലെ അംഗമാകാം. ഹല്ലേലൂയ. റോമാലേഖനം 18:1 പറയും, യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ഇനി ശിക്ഷാവിധിയില്ല. യേശുക്രിസ്തുവിലുള്ള ജീവാത്മാവിൻ്റെ നിയമം പാപത്തിൻ്റെയും മരണത്തിൻ്റെ നിയമത്തിൽ നിന്ന് നിന്നെ സ്വന്തമാക്കിയിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോസ്തലപ്രവർത്തനം 4:12 പറയും, ആകാശത്തിന് കീഴെ രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല യേശുവിൻ്റെ നാമമല്ലാതെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആകാശത്തിന് കീഴെ മനുഷ്യരുടെ രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ട ക്രിസ്തുവിൻ്റെ നാമമല്ലാതെ. ആ നാമത്തിൽ സകലർക്കും രക്ഷയുണ്ട്. ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷ സത്വാർത്ത. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ ജനനം 1000 ഉണ്ണീശകൾ 1000 പുൽക്കുട്ടിൽ ജനിച്ചാലും നിൻ്റെ ജീവിതമാകുന്ന, നിൻ്റെ ഹൃദയമാകുന്ന പുൽക്കുട്ടിൽ യേശു ജനിച്ചില്ല എങ്കിൽ 1000 പുൽക്കുട്ടിൽ ജനിച്ച യേശു നിനക്കെന്ത് പ്രയോജനം? ഹല്ലേലൂയ. അപ്പോൾ ക്രിസ്തു നിൻ്റെ ജീവിതത്തിൽ, നിൻ്റെ ഹൃദയത്തിൽ പിറക്കണം. ക്രിസ്തു നിൻ്റെ ജീവിതത്തിൽ പിറക്കുവാൻ നിന്നിൽ നിൽക്കുന്ന കുറവുകളെ നീ അകറ്റുവാൻ, നിൻ്റെ പുൽക്കൂടാകുന്ന നിൻ്റെ ജീവിതത്തിലേക്ക് ഈശോ കടന്നു വരുവാൻ വിരിക്കേണ്ട പരവതാനികൾ എളിമയുടെയും സ്വയം ശൂന്യവൽക്കരണത്തിൻ്റെയും അനുസരണത്തിൻ്റെയും ഒക്കെ പുൽക്കൂടുകളാണ് നമ്മൾ, പരവതാനികളാണ് ക്രിസ്തുവിന് ജനിക്കാൻ നമ്മൾ വിരിക്കേണ്ടത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോ നമ്മളോട് ചോദിക്കുകയാണ്, നഷ്ടപ്പെട്ടു പോയ മനുഷ്യവർഗത്തെ വീണ്ടും ക്രിസ്തുവുമായി ഒന്നിപ്പിക്കുന്ന ദൈവിക ആവിഷ്കരണമല്ല, ദൈവിക സ്നേഹമല്ലേ, ദൈവകരുണയുടെ പ്രവർത്തനമല്ലേ ക്രിസ്തുവിൻ്റെ ജനനം? ഈ ക്രിസ്തുവിൻ്റെ ജനനം ആഘോഷിക്കുന്ന നമുക്ക് നമ്മുടെ ജീവിതങ്ങളിലേക്ക് ഒന്ന് തിരിച്ചു പോകാം, കുടുംബങ്ങളിലേക്ക് തിരിച്ചു പോകാം, മാതാപിതാക്കന്മാരുടെ ബന്ധങ്ങളൊന്ന് ആത്മശോധന ചെയ്യാം, ജീവിത പങ്കാളിയുമായുള്ള ബന്ധത്തിൽ നിന്ന് ആത്മശോധന ചെയ്യാം, സഹോദര ബന്ധത്തിൽ നിന്ന് ആത്മശോധന ചെയ്യാം, മക്കളുമായുള്ള ബന്ധത്തിൽ നിന്ന് ആത്മശോധന, മരുമക്കളുമായുള്ള ബന്ധത്തെ ആത്മശോധന ചെയ്യാം, സഭയായുള്ള ബന്ധത്തിൽ നിന്ന് ആത്മശോധന ചെയ്യാം. എവിടെയാണ് നിനക്ക് തെറ്റുപറ്റിയിരിക്കുന്നത്? വെളിപാട് പുസ്തകം പറയുന്നു, നിനക്ക് ആദ്യമുണ്ടായിരുന്ന സ്നേഹം നീ കൈപിടിഞ്ഞു. അതുകൊണ്ട് അനുദപിച്ച് ആദ്യമുണ്ടായിരുന്ന സ്നേഹത്തിലെ തിരിച്ചു വരുവാനാണ് വെളിപാട് പുസ്തകത്തിൽ പരിശുദ്ധാത്മാവ് പറയുന്നത്. എവിടെയാണോ നിനക്ക് തെറ്റുപറ്റിയത് നീ അവിടെ തിരിച്ചു വരിക. പ്രിയപ്പെട്ടവരെ, ക്രിസ്തു നമ്മെ നേടുവാൻ വേണ്ടി അവൻ നമ്മുടെ തെറ്റുകൾക്ക് പരിഹാരം അവൻ ചെയ്തുകൊണ്ടാണ് നമ്മളെ നേടിയതെങ്കിൽ നിൻ്റെ പ്രിയപ്പെട്ടവരുടെ ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കുവാൻ നീ എന്നുള്ള വ്യക്തിയാണ് എളിമപ്പെടേണ്ടത്. യേശു ശിഷ്യന്മാരുടെ മുമ്പിൽ
മുട്ടുമടക്കി അവൻ മുട്ടുകുത്തി അവരുടെ പാദങ്ങൾ കഴുകി പാദം ചുംബിച്ചുവെങ്കിൽ പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തു നിന്നിൽ വസിക്കുവാൻ നിനക്ക് ഒന്ന് മുട്ടുമടക്കാമോ? നിൻ്റെ അഹങ്കാരത്തിൻ്റെയും ഞാനെന്ന ഭാവത്തിൻ്റെയും ആ വലിയ മട്ടുപ്പാവിൽ നിനക്ക് താഴേക്കൊന്ന് ഇറങ്ങാമോ? ആ യേശു ജനിച്ച പുൽക്കൂട്ടിലേക്ക് നിനക്ക് ഇറങ്ങിച്ചെല്ലാമോ? സ്വയം ശൂന്യവൽക്കരണത്തിൻ്റെ പൂർണ്ണമായ സമർപ്പണത്തിൻ്റെ പ്രതീകാത്മകമായ ക്രിസ്തുവിൻ്റെ ജനനം നിന്നെയും ആ പുൽക്കൂട്ടിലേക്ക് വിളിക്കുമ്പോൾ ആ യേശു ക്രിസ്തുമായി ഒന്നായി ചേരുവാൻ നിനക്കൊന്ന് എളിമപ്പെടണ്ടേ? നിന്റെ ഭർത്താവിൻ്റെ മുമ്പിൽ, നിൻ്റെ അപ്പൻ്റെ അമ്മയുടെ മുമ്പിൽ, സഹോദരൻ്റെ മുമ്പിൽ, മക്കളുടെ മുമ്പിൽ, അയൽവാസികളുടെ മുമ്പിൽ, സഭയുടെ മുമ്പിൽ നിനക്കൊന്ന് എളിമപ്പെട്ടുകൂടെ? ക്രിസ്തു ജനിക്കുവാൻ, ക്രിസ്തുവിൻ്റെ ഒന്നായി തീരുവാൻ. പ്രിയപ്പെട്ടവരെ, ഈ ക്രിസ്മസ് നമുക്ക് നൽകുന്ന സന്ദേശം നമ്മുടെ കുടുംബ ബന്ധങ്ങളെ, നമ്മുടെ സഹോദര ബന്ധങ്ങളെ, അയൽബന്ധങ്ങളെ ഒന്ന് കൂട്ടി ഉറപ്പിക്കുവാൻ, അതിൻ്റെ വിള്ളലുകൾ മാറ്റുവാൻ, അതൊന്നായി തീരുവാനുള്ള കൃപ ഈ ക്രിസ്മസ്, ഈ യേശു ക്രിസ്തുവിൻ്റെ ജനനം നമ്മെ സഹായിക്കുമാറാകട്ടെ. ക്രിസ്തുവിൻ്റെ ജനനത്തിൻ്റെ ദൈവം നമുക്ക് നൽകുന്ന ചില മേഖലകളെ ഒഴിവാക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. ചിലതിനെല്ലാം കൂട്ടി യോജിപ്പിക്കുമ്പോൾ ചിലതെല്ലാം ഒഴിവാക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ചില അഹങ്കാരത്തിൻ്റെയും ഞാൻ ഭാവത്തിൻ്റെയും മേഖലകളൊന്ന് ഒഴിവാക്കുക. അതുപോലെ ഇൻ്റർനെറ്റ്, മൊബൈൽ ഫോണ്, TV എന്നിവ അമിതമായ ഉപയോഗങ്ങൾ ഒന്ന് ഒഴിവാക്കുക. ജീവിതത്തിൽ ക്രിസ്തുവിന് അല്പസമയം മാറ്റിവെക്കുക. കുറച്ച് സ്പേസ് ക്രിസ്തുവിന് വേണ്ടി കണ്ടെത്തുക. ജീവിതത്തിൻ്റെ തിരക്കിനിടയിൽ ക്രിസ്തുവിന് വേണ്ടി കുറേ സ്പേസ് കണ്ടെത്തുക, കുറേ സമയം അവസരങ്ങൾ കണ്ടെത്തുക. പ്രിയപ്പെട്ടവരെ, അങ്ങനെ നല്ലൊരു തീരുമാനത്തിലൂടെ ക്രിസ്തുവിൻ്റെ ആ പുതിയ ആണ്ടിലേക്ക് പിറക്കുമ്പോൾ, നമ്മുടെ പുതിയ വർഷത്തിലേക്ക് പിറക്കുമ്പോൾ നല്ല ചിന്തകളായി, നല്ല തീരുമാനങ്ങളുമായി നമുക്ക് ഈ ക്രിസ്മസിനെ വരവേൽക്കാം. അതിനുള്ള എല്ലാ അനുഗ്രഹങ്ങളും ദൈവം നൽകട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.